Hi students, today we will study interrupts of 8085 or 8085 interrupts. Actually, interrupt IO is a process of data transfer whereby an external device or a peripheral can inform the processor that it is ready for communication and its request attention. മനസ്സിലായില്ലല്ലോ. ആക്ച്വലി ഇൻട്രപ്റ്റ് IO എന്ന് പറയുന്നത് ഒരു മെത്തഡ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. 8085 ഒരു മെത്തഡ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഈ ഡാറ്റ ട്രാൻസ്ഫറിനകത്ത് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനകത്ത് എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. an external device or a peripheral, ഒരു എക്സ്റ്റേണൽ ഡിവൈസ്, മൈക്രോ പ്രോസസ്സറിന് വെളിയിലുള്ള ഒരു ഡിവൈസ് മൈക്രോ പ്രോസസ്സറിന് തമ്മിലുള്ള ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെത്തേഡാണ് ആക്ച്വലി ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ മെത്തേഡിനകത്ത് മൈക്രോ പ്രോസസ്സറിന് വെളിയിലുള്ള, അതിനാണ് നമ്മൾ പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സറിന് വെളിയിലുള്ള ഒരു ഡിവൈസിന്, അതായത് എക്സ്റ്റേണൽ ഡിവൈസസിന് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അതിന് പ്രോസസ്സറുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ദാറ്റ് ഡിവൈസ് വിൽ ഇൻഫോം ദി പ്രോസസ്സർ it is ready for communication and it request attention. അത് റെഡിയാണെന്ന് അതൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി ഇൻട്രപ്റ്റ് എന്നാണ്. വൺസ് ദി പ്രോസസ്സർ റിസീവ്സ് ദി റിക്വസ്റ്റ്, it stops all the process currently being executed and save the informations and give attention to the device which is interrupted the processor. അപ്പം ഒരിക്കൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സർ എന്ത് ചെയ്യും, കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസൊക്കെ സേവ് ചെയ്ത് ഏത് ഡിവൈസാണോ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിനകത്തേക്ക് എന്ത് അറ്റൻഷൻ കൊടുക്കും, ആ ഡിവൈസിൻ്റെ അകത്തേക്ക് അറ്റൻഷൻ കൊടുക്കും. ഇതാണ് ആക്ച്വലി ഒരു ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡയഗ്രം നോക്കാം. ആക്ച്വലി പല ടൈപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ട്. അതിനകത്ത് ഒന്ന് പോളിംഗ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. സെക്കൻഡ് വൺ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇൻട്രപ്റ്റ്, പറയുന്ന DMA എന്നൊക്കെ പറഞ്ഞ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് പോളിംഗ് എന്ന് പറഞ്ഞ സംഭവം നോക്കാം. അത് പോളിംഗ് എന്ന് പറഞ്ഞ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രപ്റ്റിന് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടെ കിട്ടും. പോളിംഗ് എന്ന് പറഞ്ഞതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് മെത്തേഡ് പോളിംഗ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം 8085 എന്ന് പറഞ്ഞ മൈക്രോ പ്രോസസ്സർ, അതിന് എക്സ്റ്റേണലി ഉള്ള കുറേ ഡിവൈസസ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കുറേ ഡിവൈസസ് കാണുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു 1 IO ഡിവൈസ് 1 2 3 4 and 5 ഈ ഡിവൈസസൊക്കെ പ്രോസസ്സറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. IO ഡിവൈസസിന് പ്രോസസ്സറായിട്ട് എപ്പോഴെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? ഇപ്പോൾ ഫസ്റ്റ് പോളിംഗ് മെത്തേഡിനകത്ത് എന്താ ചെയ്യുന്നത് നോക്കാം. പോളിംഗ് മെത്തേഡിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 8085 എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് IO ഡിവൈസ് ആയിട്ടുള്ള ഇതിനെ ചെക്ക് ചെയ്ത് വെക്കും, വെദർ ഇറ്റ് വാണ്ട് ടു സെൻഡ് എനി ഡാറ്റ അങ്ങനെ, അല്ലെങ്കിൽ അല്ലേ ഈ ഡിവൈസസിന് എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും അറ്റൻഷൻ കിട്ടേണ്ടതുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെക്കും. അടുത്ത ടേണിൽ ഇതിനെ ചെക്ക് ചെയ്ത് വെക്കും, അടുത്തത് ഇതിനെ ചെക്ക് ചെയ്ത് വെക്കും, അടുത്തത് ഇതിനെ ചെക്ക് ചെയ്ത് വെക്കും, നെക്സ്റ്റ് ഇത് ചെക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ ഉടനെ എഗെയിൻ ഈ വണ്ണിനെ തന്നെ ചെക്ക് ചെയ്ത് വെക്കും. ഇതിങ്ങനെ ഒരു റൗണ്ട് റോബിൻ ഫാഷനിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഡിവൈസിന് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, ആ ഡിവൈസിനടുത്ത് ഡാറ്റ റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഡിവൈസിന് വേണ്ടിയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇതാണ് ആക്ച്വലി പോളിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ ഈ പോളിങ്ങിനകത്തുള്ളൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഫുൾ ടൈം ഈ IO ഡിവൈസസിനെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടോ, ആ സമയത്ത് എന്ത് ചെയ്യില്ല, പ്രോസസ്സറിന് വേറെയും കുറേ പരിപാടികളുണ്ട്. ആ പരിപാടികൾ ചെയ്യാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല അല്ലേ. അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം എന്തായിരിക്കും, ഡിലേ ആകും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പോളിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. അപ്പം ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ മെത്തേഡിനെ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി അഡോപ്റ്റ് അനദർ മെത്തേഡ് ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രപ്റ്റ്. സോ ഇൻട്രപ്റ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇൻട്രപ്റ്റ് IO is a process of data transfer whereby an external device or a peripheral can inform the processor that it is ready for communication and it requests attention. അതായത് ഈ പോളിങ്ങിനകത്ത് ഇൻട്രപ്റ്റിനകത്തുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡിവൈസിനെ അങ്ങോട്ട് കയറി ചെക്ക് ചെയ്ത് വെക്കുന്നില്ല, അതിനെന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നില്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഡിവൈസിന് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ
ഈ ഡിവൈസ് സപ്പോസ് ഡിവൈസ് 2 ആണ് റെഡി ആയിട്ടില്ല, എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടില്ലെന്നെങ്കിൽ ഈ ഡിവൈസ് എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി 8085 എന്ത് ചെയ്യും, ഇൻറ്ററപ്റ്റ് ചെയ്യും. ഇൻറ്ററപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ സോറി ഇത് ഇൻഫോം ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. ഏത് സെക്കൻഡ് ഡിവൈസ് എന്ത് ചെയ്യും, 8085 റിക്വസ്റ്റ് ചെയ്യും, ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് തന്നെ പറയും. ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8085 ഈ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, പ്രസൻ്റ്ലി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സ്റ്റാറ്റസൊക്കെ സേവ് ചെയ്തിട്ട് ഏത് ഡിവൈസ്, അപ്പം സെക്കൻഡ് ഡിവൈസാണ് ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ ഡിവൈസിന് എന്ത് ചെയ്യും, എന്തൊക്കെ പരിപാടിയാണോ ഈ ഡിവൈസിന് ചെയ്യേണ്ടത് അതൊക്കെ എന്ത് ചെയ്ത് കൊടുക്കും. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ 8085 നേരത്തെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ സ്റ്റാറ്റസൊക്കെ നമ്മൾ പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ടാകും. ആ സ്റ്റാറ്റസിനകത്ത് നിന്ന് എല്ലാ സാധനങ്ങളും തിരിച്ചെടുത്തിട്ട് അത് എഗെയിൻ എന്ത് ചെയ്യും, എഗെയിൻ അല്ല അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ആക്ച്വലി പ്രോസസ്സ്. ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും 8085 എന്ത് ചെയ്യേണ്ട, IO ഡിവൈസസിനെ ചെക്ക് ചെയ്ത് വെക്കേണ്ട അതിനെന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടോ റിസീവ് ചെയ്യാനുണ്ടോ. മനസ്സിലായില്ലേ? ഏത് ഡിവൈസിനാണോ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളത് ആ ഡിവൈസ് എന്ത് ചെയ്തോളും, 8085 ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ചെയ്തോളും. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കറൻ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് സേവ് ചെയ്യും. ദെൻ ഡിവൈസിന് അത് എന്ത് ചെയ്യും, ഇൻറ്ററപ്റ്റ് അക്നോളജി കൊടുക്കും. ഇൻറ്ററപ്റ്റ് അക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്ററിനൊക്കെ അക്നോളജി കിട്ടുക എന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ ഇൻറ്ററപ്റ്റ് ഇവിടെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തു എന്ന് കാണിക്കാനുള്ള ഒരു സിഗ്നൽ ഇൻറ്ററപ്റ്റ് അക്നോളജി, ആ സിഗ്നൽ സെൻഡ് ചെയ്യും. ആ സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 8085 മനസ്സിലാവും ഇവിടെ പ്രോപ്പറായിട്ട് ഇൻറ്ററപ്റ്റിൻ്റെ പ്രോസസ്സൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. IO ഡിവൈസിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും, അതിന് സെൻഡ് ചെയ്യേണ്ട ഡാറ്റയൊക്കെ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് വേണ്ട അറ്റൻഷൻസ് ആര് കൊടുക്കും, 8085 കൊടുക്കും. ആക്ച്വലി ഇതാണ് ഇൻറ്ററപ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. DMA നമുക്ക് പഠിക്കാനുണ്ട്, ആ സമയത്ത് അത് പഠിക്കാം. അപ്പോൾ എനിവേ ഇൻറ്ററപ്റ്റ് IO ഈസ് എ process of data transfer whereby an external device or a peripheral can inform the processor that it is ready for communication and it requests attention. മനസ്സിലായില്ലേ? ആൻഡ് ദി ഇൻറ്ററപ്റ്റ് പ്രോസസ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ എക്സ്റ്റേണൽ ഡിവൈസ്. ഇൻറ്ററപ്റ്റ് എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആരാണ്, എക്സ്റ്റേണൽ ഡിവൈസസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് അസിൻക്രണസ്, അത് അസിൻക്രണസ് ആണ്. എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണോ ഡിവൈസിന് പിന്നെ ഇൻറ്ററപ്റ്റ് സെൻഡ് ചെയ്യേണ്ടത് ആ സമയത്ത് സെൻഡ് ചെയ്യും. അത് ഇത്ര ടൈമിൽ വരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിവൈസ് റെഡി ആകുന്ന സമയത്ത് ആര് ഇൻറ്ററപ്റ്റ് ചെയ്തോളും, ആ ഡിവൈസ് ഇൻറ്ററപ്റ്റ് ചെയ്തോളും. ഓക്കെ, ഇനി ഇൻറ്ററപ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇൻറ്ററപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. 8085 5 ഡിഫറെൻറ്റ് ഇൻറ്ററപ്റ്റ്സ് അവൈലബിൾ ആണ്. ഒന്ന് ട്രാപ്പ് എന്ന് പറഞ്ഞ ഇൻറ്ററപ്റ്റ്. ദെൻ സെക്കൻഡ് ഇൻറ്ററപ്റ്റ് ഇസ് RST 7.5, RST 6.5, RST 5.5 ആൻഡ് RST INTR. ഇത്രയാണ് 5 ഇൻറ്ററപ്റ്റ്സ്. അപ്പം ഇതെന്താണെന്ന് നിങ്ങൾ ചോദിക്കും, ഇതെന്താണെന്ന് നിങ്ങൾ ചോദിക്കില്ലേ? ഇത് ഇൻറ്ററപ്റ്റ് അക്നോളജ് ആണ്. ആക്ച്വലി ഇത് ഇൻറ്ററപ്റ്റും ആ ഇൻറ്ററപ്റ്റ് INTR എന്ന് പറഞ്ഞ ഇൻറ്ററപ്റ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് അക്നോളജി കൊടുക്കാനുള്ള, ഇൻറ്ററപ്റ്റ് ഇവിടെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്നോളജ് സിഗ്നലാണ് എന്ത്, INTA എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇത് INTA ബാർ എന്ന് പറഞ്ഞ ആക്റ്റീവ് ലോ സിഗ്നലാണ്. INTA ഇൻറ്ററപ്റ്റ് അക്നോളജി സിഗ്നലാണ്. ഈ ഇൻറ്ററപ്റ്റ് അക്നോളജി സിഗ്നൽ 8085 ആർക്ക് സെൻഡ് ചെയ്യും, ഏത് ഡിവൈസാണോ ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിന് സെൻഡ് ചെയ്യും. ഇതാണ് ആക്ച്വലി 8085 ഇൻറ്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇൻറ്ററപ്റ്റ് പിൻസ്. അപ്പം 5 ഇൻറ്ററപ്റ്റും ഒരു അക്നോളജ് സിഗ്നലുമാണ് ഉള്ളത്. 5 ഇൻറ്ററപ്റ്റ്സ് ഏതൊക്കെയാണ്? ട്രാപ്പ്, RST 7.5, RST 6.5, RST 5.5 ആൻഡ് ഫൈനലി INTR. നെക്സ്റ്റ് ഇൻറ്ററപ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതാണ് ആക്ച്വലി ഇൻറ്ററപ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇൻറ്ററപ്റ്റിനെ നമുക്ക് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് മാസ്കബിൾ, എന്താണ് നോൺ മാസ്കബിൾ നോക്കാം. മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് ആർ delayed or we can block the that kind of interrupts. 8085 ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിലേ ചെയ്യിക്കാനോ പറ്റുന്ന ഇൻറ്ററപ്റ്റ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്, മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മേക്ക് സീറോ. മാസ്കബിൾ മീൻസ് മേക്ക് സീറോ എന്നാണ്. നമുക്കതിനെ സീറോ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഡിലേ ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും,
അതിനെ കുറച്ച് നേരത്തേക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഓഫ് മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ് ആർ RST 7.5, RST 6.5, RST 5.5 and INTR. Trap is the only non-maskable interrupts. Non-maskable interrupts എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. 8085 തന്നെ പ്രോസസ്സറിന് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിലേ ചെയ്യിക്കാനോ പറ്റില്ല. വൺസ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്തേ പറ്റുള്ളൂ. 8085 പ്രോസസ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇതാണ് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. വെദർ ദ ഇൻറ്ററപ്റ്റ് ക്യാൻ ഡിലേ ഓ ഡിനേ. നമുക്കതിനെ ഡിലേ ചെയ്യാനോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻറ്ററപ്റ്റ്സ് ബിലോങ്സ് ടു മാസ്കബിൾ കാറ്റഗറി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ മാസ്കബിൾ. അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിലേ ചെയ്യിക്കാനോ ഇത് ചെയ്യാനോ പറ്റില്ല. ഇനി ഇൻറ്ററപ്റ്റ്സിന് അഗെയിൻ നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, വെക്റ്റഡ് ഇൻറ്ററപ്റ്റ്സ് ആൻഡ് നോൺ വെക്റ്റഡ് ഇൻറ്ററപ്റ്റ്സ്. നോർമലി ഒരു ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻറ്ററപ്റ്റിനെ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 8085 ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പം ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ CD ഡ്രൈവാണ് നമ്മൾ 8085നെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതായിരിക്കും. CD ഡ്രൈവിനകത്ത് ഡിവൈസിനെ ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മൈക്രോ പ്രോസസ്സറിനെ ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ CD ഡ്രൈവിനകത്തേക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിരിക്കും. അപ്പം CD ഡ്രൈവിനകത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ CD ഡ്രൈവിനകത്ത് ഡാറ്റ റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും, ഒരു 8085 പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഏത് ഡിവൈസാണോ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് ആ ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, 8085 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രോഗ്രാമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അല്ലെങ്കിൽ ISR എന്നാണ് പറയാം. മനസ്സിലായല്ലോ? ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ, ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അല്ലെങ്കിൽ ISR എന്ന് പറയും, ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. അപ്പം ഏത് ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാലും അതൊരു 8085 എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ആക്ച്വലി അതിൻ്റെ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സറെല്ലാം സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസിന് സേവ് ചെയ്ത് ആ പ്രോസസ്സർ ഏത് ഡിവൈസാണോ ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് അറ്റൻഷൻ കൊടുക്കുമെന്ന് പറയട്ടെ. ആ അറ്റൻഷൻ കൊടുക്കലാണ് ആക്ച്വലി എന്ത് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ വെക്റ്റേർഡും നോൺ വെക്റ്റേർഡും ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8085-നകത്തുള്ള വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻറ്ററപ്റ്റ്സിന് കറക്റ്റായിട്ട് അറിയാം ഏത് ലൊക്കേഷനിനകത്തേക്കാണ് ജമ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലെ പ്രോഗ്രാമാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ആർക്കറിയാൻ പറ്റും, പ്രോസസ്സറിന് അറിയാൻ പറ്റും. പക്ഷേ നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സിനാണെന്നുണ്ടെങ്കിലോ ഒരിക്കലും പ്രോസസ്സറിന് പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ടാവില്ല, അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടാവില്ല. അത് ആരായിരിക്കും സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു ഏത് ഇൻറ്ററപ്റ്റാണോ ഒക്കർ ചെയ്യുന്നത്, ഏത് ഇൻറ്ററപ്റ്റാണോ ഒക്കർ ചെയ്തത്, ഏത് ഡിവൈസാണോ ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസായിരിക്കും എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണമെന്ന് ഉള്ള അഡ്രസ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇതൊക്കെ നേരത്തെ പ്രീ ഡിഫൈൻഡ് ആയിരിക്കും, മറ്റത് പ്രീ ഡിഫൈൻഡ് അല്ല. ഏത് ഡിവൈസാണോ ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പം 8085-നകത്തുള്ള വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാപ്പ്, RST 7.5, 6.5, RST 5.5. ദ ഓൺലി നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ഈസ് INTR. അപ്പോൾ INTR ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസാണ് ആക്ച്വലി എന്ത് ഇൻഫോം ചെയ്യുന്നത്, എങ്ങോട്ടേക്ക് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ എന്താണ്, ഇത് നേരത്തെ ഡിഫൈൻഡ് ആണ്, എങ്ങോട്ടേക്ക് പോകണമെന്ന് എക്സാക്ട് ലൊക്കേഷൻ ആർക്കറിയാം, 8085-ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. ഒന്ന് മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സും നോൺ മാസ്കബിളും, ഒന്ന് വെക്റ്റേർഡും നോൺ വെക്റ്റേർഡും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റിൽ നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് ആയിട്ടുള്ള INTR-ൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇനി INTR മാസ്കബിൾ ആയിട്ടുള്ള വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ആയിട്ടുള്ള നോൺ വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ്സ് ആയിട്ടുള്ള INTR ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് 8085 ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. 8085 interrupt processor can be desirable in terms of this 8 step. ഈ 8 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ 8085 ഫങ്ഷൻ ചെയ്യുന്നത്. ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ദി ഇൻറ്ററപ്റ്റ് പ്രോസസ് ഷുഡ് ബി എനേബിൾഡ് ബൈ റൈറ്റിംഗ് ആൻ ഇൻസ്ട്രക്ഷൻ EI ഇൻ ദി മെയിൻ പ്രോഗ്രാം. ഇൻറ്ററപ്റ്റിനെ നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള
പോസിബിലിറ്റി ഉണ്ട്. എനേബിളും ഡിസേബിളും ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു വെക്റ്റഡ് മാസ്കബിൾ ഇൻട്രപ്ഷനെ നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാം. അങ്ങനെ ഡിസേബിൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, EI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. EI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്, എനേബിൾ ഇൻട്രപ്റ്റ് ചെയ്യുക, ഇൻട്രപ്റ്റിനെ എനേബിൾ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ്സ് എന്തായി മാറും, എനേബിൾഡ് ആയിട്ട് മാറും. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, ഇറ്റ് എനേബിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യലായിരിക്കും അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനേബിൾ ദി ഇൻട്രപ്റ്റ്സ് വിച്ച് എനേബിൾ ദി ഇൻട്രപ്റ്റ് ഫ്ലാഗ്. ദി ഇൻസ്ട്രക്ഷൻ DI റീസെറ്റ്സ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഡിസേബിൾ ദി ഇൻട്രപ്റ്റ്സ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, DI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ആണ്, ഡിസേബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, EI എന്ന് പറഞ്ഞായിരിക്കും. ദാറ്റ് എനേബിൾസ് ഓൾ ദി maskable interrupts. This is a 1-byte instruction. This instruction set the interrupt enable flip-flop and can enable the interrupts process. System reset or interrupt disables the interrupt process. This is a 1-byte instruction. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. EI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷന് അതിൻ്റെ ഡീറ്റെയിൽസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനേബിൾ ഇൻട്രപ്റ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, when the microprocessor is executing a program, it checks INTR line during the execution of each instruction. മൈക്രോപ്രൊസസ്സർ എന്താ ചെയ്യുക, ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെ INTR ലൈൻ ഹൈ ആണോ നോക്കും. ബിഫോർ എക്സിക്യൂട്ടിങ് എനി ഇൻസ്ട്രക്ഷൻസ് മൈക്രോപ്രൊസസ്സർ വെരിഫൈ അത് INTR ലൈൻ വെദർ ഇറ്റ് ഈസ് ഹൈ ഓർ ലോ. അപ്പോൾ ഹൈ ആണോ ലോ ആണെന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ആര് ചെക്ക് ചെയ്ത് വെക്കും, 8085 ചെക്ക് ചെയ്ത് വെക്കും. ആൻഡ് തേർഡ് സ്റ്റെപ്പ്, if the line INTR is high and the interrupt is enabled, the microprocessor completes the current instruction, disable the interrupt enable flip-flop and sends a signal called INTA bar, interrupt acknowledge. The processor cannot accept any interrupt request until the interrupt flip-flop is enabled again. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം എനേബിൾ ഇൻട്രപ്റ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യുന്നു, INTR ലൈൻ ഇൻസ്ട്രക്ഷൻ INTR ലൈൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മൈക്രോപ്രൊസസ്സർ ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. വൺസ് INTR ലൈൻ ഈസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ആദ്യം ചെയ്യുന്ന സാധനം എന്താണ്, കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഡിസേബിൾ ഇൻട്രപ്റ്റ് ചെയ്യും. അടുത്ത കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരു ഇൻട്രപ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒക്കർ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ. അതുകൊണ്ട് DI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഏത് ഡിവൈസാണോ ഇൻട്രപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിന് എന്ത് സെൻഡ് ചെയ്യും, ഒരു INTA ബാർ, ഇൻട്രപ്റ്റ് അക്നോളജ്, ഇൻട്രപ്റ്റ് പ്രോപ്പറായി റിസീവ് ചെയ്തു എന്ന് കാണിക്കാനുള്ള ഇൻട്രപ്റ്റ് അക്നോളജ് സിഗ്നൽ ആരെന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഇറ്റ്സ് എൻ ആക്റ്റീവ് ലോ സിഗ്നൽ. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദി INTA ഈസ് യൂസ് ടു ഇൻസേർട്ട് എ RST ഇൻസ്ട്രക്ഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണ്, നോൺ വെക്റ്റഡ് ഇൻട്രപ്റ്റ് ആണെന്ന് മനസ്സിലാവും. ആ INTA ഇൻട്രപ്റ്റ് ഒക്കെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിവൈസാണ് എന്ത് ചെയ്യുന്നത്, INTA എന്ന് പറഞ്ഞാൽ എന്ത് റിസീവ് ചെയ്യുന്നത്, സിഗ്നൽ റിസീവ് ചെയ്യുന്നത്. INTA ബാർ സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസ് എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ഒരു RST എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ആർക്ക് സെൻഡ് ചെയ്യും, മൈക്രോപ്രൊസസ്സറിനെ സെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കോൾ ഇൻസ്ട്രക്ഷൻ ആർക്ക് സെൻഡ് ചെയ്യും, മൈക്രോപ്രൊസസ്സറിനെ സെൻഡ് ചെയ്യും. RST എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 1-byte ഇൻസ്ട്രക്ഷൻ. കോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 3-byte ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഐദർ കോൾ ഇൻസ്ട്രക്ഷൻ ഓ RST ഇൻസ്ട്രക്ഷൻ ഈസ് സെൻഡ് ടു ദ മൈക്രോപ്രൊസസ്സർ. അതാണ് ആക്ച്വലി ആര് ചെയ്യുന്നത്, ഡിവൈസ് ചെയ്യുന്നത്. മനസ്സിലായോ. ഈ RST ഇൻസ്ട്രക്ഷൻ ഈസ് എ 1-byte ഇൻസ്ട്രക്ഷൻ. ഡാറ്റ ട്രാൻസ്ഫർ ഇപ്പം നോർമലി നമ്മളിവിടെ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ RST ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞാൽ മതി. ഒരു 1-byte ഇൻസ്ട്രക്ഷനാണ്, അത് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, മൈക്രോപ്രൊസസ്സറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. When the microprocessor receives an RST instruction, it saves the memory address of the next instruction on the stack. അപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാം കൗണ്ടറിനകത്ത് എന്താ ഉണ്ടാവുക, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സാണ് ഉണ്ടാവുക. അതെന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യും. അല്ലെങ്കിൽ സ്റ്റാക്കിനകത്തേക്ക് അത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ദിസ് ഈസ് അല്ലേ, മനസ്സിലായില്ലേ. പ്രോഗ്രാം ഈസ് ട്രാൻസ്ഫർ ടു കോൾ ലൊക്കേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, RST എന്ന് പറഞ്ഞ സാധനം എന്താ, ഒരു 1-byte കോൾ ഇൻസ്ട്രക്ഷനാണെന്ന് പറഞ്ഞു. ആ കോൾ ചെയ്തിരിക്കുന്ന കോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോൾ 3000 എന്നൊക്കെ പറയുന്ന പോലെ കോൾ ഒരു അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ RST എന്ന് പറഞ്ഞ സാധനം
RST0, RST1, RST2 പോലെ RST7 വരെ ഉണ്ട്. അപ്പോൾ ഓരോ RSTക്കും കറസ്പോണ്ടിങ് ഒരു ജമ്പ് ലൊക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കോൾ ലൊക്കേഷൻ ഉണ്ടാവും. അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? പ്രോഗ്രാം എക്സിക്യൂഷൻ ഡൈവേർട്ട് ചെയ്യും. മനസ്സിലായല്ലേ? Assuming that the task to be performed is written subroutine a specified location, the processor performs the task. The subroutine is known as service routine. അപ്പോൾ ഈ ജമ്പ് ചെയ്യുന്ന ലൊക്കേഷനകത്തായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഈ ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഉണ്ടാകുന്നത്. അതായത് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും? ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇത് സബ് റൂട്ടീനകത്ത് എന്ത് ചെയ്യും? നേരെ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. നേരത്തെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള മെയിൻ പ്രോഗ്രാമിനകത്തേക്ക് ആര് ജമ്പ് ചെയ്യും? എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. The service routine should include instruction EI to enable interrupt again. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനേബിൾ ഇൻറ്ററപ്റ്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ സർവീസ് റൂട്ടീൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്താ ചെയ്യുക? എനേബിൾ ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും. ഏറ്റവും അവസാനത്തെ ഇൻസ്ട്രക്ഷൻ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. At the end of the subroutine, return instruction receives the memory address where the program was interrupted and continue the execution. അപ്പം റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ സബ് റൂട്ടീൻ എന്ത് ചെയ്തിട്ടുണ്ടാകും? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് മെയിൻ പ്രോഗ്രാമിനകത്ത് പോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫിഗർ വരച്ച് തരാം. സപ്പോസ് ഇതാണ് IO ഡിവൈസ്, ഇതാണ് 8085. അപ്പം 8085 പ്രസൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കാം. മൂവ് MVI തന്നെ ആയിക്കോട്ടെ, MVI A,90 90 MVI B,80 add B ഇതാണെന്ന് വിചാരിക്കാം. ഇനി ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്ന സംഭവം വേറെയാണ് പ്രോഗ്രാം. ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ enable interrupt move A,B ഇതാണ് ISR എന്ന് വിചാരിക്കാം. ആദ്യം തന്നെ എന്താ ചെയ്യുക? 8085 എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? 8085 ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻ, ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും എന്ത് ചെക്ക് ചെയ്ത് വെക്കും? അതിൻ്റെ INTR ലൈൻ ചെക്ക് ചെയ്ത് വെക്കും. സപ്പോസ് ഈ പ്രോസസ്സർ എന്ത് ചെയ്യുന്നു? ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. എപ്പോഴാണ് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത്? MVI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ MVI B,80 എന്ന് പറഞ്ഞ സാധനം എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ്. അപ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് 8085 എന്ത് ചെയ്ത് വെക്കും? ഇതിൻ്റെ INTR ലൈൻ ഹൈ ആണെന്ന് നോക്കും. INTR ആണേ, INTR ലൈൻ ഹൈ ആണെന്ന് നോക്കും. INTR ലൈൻ ഹൈ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ ചെയ്യുന്നത്? അതൊരു ഡിസേബിൾ ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റിനെ എന്ത് ചെയ്യും? ഡിസേബിൾ ചെയ്യും. ഡിസേബിൾ ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, ഡിസേബിൾ ഇൻറ്ററപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു?
ഈ ഡിവൈസിന് എന്ത് ചെയ്യുന്നു, ഒരു INTA എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് ടെക്നോളജി എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. INTA ഇൻറ്ററപ്റ്റ് ടെക്നോളജി, INTA എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് ടെക്നോളജി എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഇൻറ്ററപ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവം ഇതിന് ഡിവൈസിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഉടനെ തന്നെ എന്ത് ചെയ്യും, ഒരു ഇൻസ്ട്രക്ഷൻ സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ, either call instruction or RST instruction. സപ്പോസ് ഇത് സെൻഡ് ചെയ്യുന്നത് RST 5 എന്നാണ് വിചാരിക്കുക. RST 5 എന്നാണ് സാധനം ആർക്ക് സെൻഡ് ചെയ്യും, 8085 സെൻഡ് ചെയ്യും ത്രൂ ഡാറ്റാ ബസ്. അപ്പോൾ ഡാറ്റാ ബസ്സിനകത്തൂടെ ഒരു 8 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്, 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 8085 എന്ത് മനസ്സിലാവും, ഇത് എങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ആ സംഭവം മിക്കവാറും ഇതിൻ്റെ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറഞ്ഞ സാധനമാണ്. ആ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ RST 5 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്യുന്ന അഡ്രസ്സിനകത്തായിരിക്കും. മനസ്സിലായോ? അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും, കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇത് കംപ്ലീറ്റ് ചെയ്യുമല്ലോ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാണല്ലോ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞ സാധനം 3000 ആണെന്ന് 3005 ആണെന്ന് ഇരിക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3000 ആണ്, 3002 പിന്നെ 3004 ആണെന്ന് എനിക്ക്. 3004 എന്ന് പറഞ്ഞ അഡ്രസ്സാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. ആ അഡ്രസ്സ് എവിടത്തേക്ക് സ്റ്റോർ ചെയ്യും, സ്റ്റാക്ക് പോയിൻ്ററിനകത്തേക്ക് SP-കകത്ത് സ്റ്റോർ ചെയ്യും. സോ SP വിൽ ബി 3004 ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മൈക്രോ പ്രോസസ്സർ നേരെ അങ്ങോട്ടേക്ക് ചാടും, ഈ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനകത്തേക്ക് ജമ്പ് ചെയ്യും. ഇതിൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നെ സാധനം എന്തായിരിക്കും, എനേബിൾ ഇൻറ്ററപ്റ്റ് ആയിരിക്കും. കാരണം ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസേബിൾ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് ഈ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അല്ലാത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി എ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ, RET ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. RET ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും, പ്രോസസ്സർ എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ചെയ്തെന്ന് മനസ്സിലാവും. എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും, നേരത്തെ എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അവിടത്തേക്ക് ജമ്പ് ചെയ്യും. നേരത്തെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏതാണ്, 3004 ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ PC അപ്ഡേറ്റ് ചെയ്യും 3004 ആയിട്ട്. പ്രോസസ്സർ ഇനി അങ്ങോട്ടേക്ക് ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, 3004-നകത്തേക്ക് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ആക്ച്വലി ഒരു ഇൻറ്ററപ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലേ? ഇപ്പോൾ ഒരു 8085 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിവൈസ് ഇൻറ്ററപ്റ്റ് ചെയ്യും. അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ തടസ്സപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, ഏത് ഡിവൈസാണോ ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിനകത്ത് എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ സാധനം തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഇനി ഒരു പ്രോഗ്രാമിനിടയ്ക്ക് ഒന്ന് കൂടുതൽ ഇൻറ്ററപ്റ്റ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാലോ, ഇപ്പോൾ 2 ഇൻറ്ററപ്റ്റ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഹയസ്റ്റ് പ്രയോറിറ്റിയിലെ ഇൻറ്ററപ്റ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. 8085-നകത്ത് 5 ഇൻറ്ററപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ഹയസ്റ്റ് പ്രയോറിറ്റിയിലെ ഇൻറ്ററപ്റ്റ് ആണ് എന്ത്, ട്രാപ്പ് ഈസ് ദി ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് ഇൻ 8085. ആൻഡ് സെക്കൻഡ് പ്രയോറിറ്റി ഈസ് RST 7.5, third priority is RST 6.5, fourth one is RST 5.5, and last priority is INTA 5. Then actually priority list. Suppose 3-ഉം RST 6.5-ഉം RST 5.5-ഉം INTR വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, RST 6.5 എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം RST 5.5 എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷം മാത്രമേ എന്ത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, INTR ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് ആക്ച്വലി എന്ത് ഇൻറ്ററപ്റ്റിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി RST എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, RST എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ. റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ RSTയുടെ ഫുൾ നെയിമാണ് ആക്ച്വലി റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ. 8085 ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇൻക്ലൂഡ് 8 RST ഇൻസ്ട്രക്ഷൻസ്, RST 0, RST 1, RST 2 അങ്ങനെ. These are 1 byte call instruction. ഇത് നമ്മൾ പറയാം 1 byte call instruction ആണ്. That transfer program execution to a specific location on page 00H. 00H മുതലുള്ള ഒരു ലൊക്കേഷനകത്തേക്ക് എന്ത് ചെയ്യും, ഈ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതാ RST 0 ആണെങ്കിൽ ഇറ്റ് ജംപ്സ് ടു 00 മെമ്മറി ലൊക്കേഷൻ. അതായത് കോൾ 00 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് ഈക്വൽ ആണ് എന്ത്, RST 0. പിന്നെ RST 1 എന്ന് പറഞ്ഞാലോ കോൾ 008 എന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വലാണ്. RST 2 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വലൻ ടു കോൾ 0010. അങ്ങനെ RST 3 എന്ന് പറഞ്ഞാൽ 118, RST 7 എന്ന് പറയുകയാണെങ്കിലോ 0038. അപ്പം
ഈ നോൺ വെക്റ്റേഡ് ഇൻറ്ററപ്റ്റ് ആയിട്ടുള്ള INTR ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷനകത്തായിരിക്കും എന്ത് ചെയ്യുക, പ്രോഗ്രാം എക്സിക്യൂഷൻ പോകുന്നത്. അതായത് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഇത് ഏതെങ്കിലും ഒരു ലൊക്കേഷനകത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഡിവൈസ് എന്ത് ചെയ്യുന്നു, ആരെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു, ഡിവൈസ് പ്രോസസ്സറിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. ഇവിടെയാണ് പ്രോസസ്സർ ഉള്ളതെന്ന് ഇരിക്കുക. ഇവിടെയാണ് പ്രോസസ്സറിൽ 8085 ഉള്ളത്, 8085 ഉള്ളത്. INTR ഇവിടെ വന്നു. INTR ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ ചെയ്യുക, കറൻ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യും, അതിൻ്റെ സ്റ്റാറ്റസ് സേവ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിസേബിൾ ഇൻറ്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. INTA എന്ന് പറഞ്ഞാൽ ഒരു അക്നോളജ് സിഗ്നൽ ആർക്ക് സെൻഡ് ചെയ്യും, ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും. ഇവിടെ ആക്ച്വലി ഒരു ബഫർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ INTA എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ആണ്. ആക്റ്റീവ് ലോ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ എന്തായി മാറും, ഇവിടെ ഒരു നോട്ട് കണ്ടില്ലെങ്കിൽ ഇവിടെ 1 ആയിട്ട് മാറും. ഈ ലാച്ചൊക്കെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഈ ലാച്ച് വർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കിയേക്ക്, ഈ പിന്ന് ഒഴിച്ച് ഈ പിന്ന് മാത്രം ഗ്രൗണ്ടാണ്. അതായത് D4 പിന്ന് 0 ആണ്. ലാച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള വാല്യൂ എന്താണോ അത് എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ, ഈ ലൈനിൽ മാത്രം 0, ബാക്കി എല്ലാ ലൈനും എങ്ങോട്ട് ടൈ ചെയ്തിട്ടുണ്ട്, VCCയിലേക്ക് ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനൊക്കെ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ 1 1 1 0 1 1 1 1 എന്ന് പറഞ്ഞ ഒരു വാല്യൂ. അതായത് 1 1 1 എന്ന് പറഞ്ഞാൽ ഈ 4 സാധനം എന്താ, അല്ലേ, ഇതെന്തായിരിക്കും, F ആയിരിക്കും. EF എന്ന് പറഞ്ഞൊരു വാല്യൂ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ഡാറ്റാ ബസ്സിലൂടെ സെൻഡ് ചെയ്യും. അത് ആര് റിസീവ് ചെയ്യും, 8085 റിസീവ് ചെയ്യും. വൺസ് EF എന്ന് പറഞ്ഞ സാധനം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, EF എന്ന് പറഞ്ഞ അത് എക്സിക്യൂട്ട് ചെയ്യും. ആ EF എന്ന് പറഞ്ഞ സാധനം എന്താ ആക്ച്വലി ഇവിടെ നോക്കിയാൽ മതി. EF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കറസ്പോണ്ട് ടു RST 7.5 അല്ലേ. അപ്പോൾ RST 7.5 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരമാണ് എന്ത്, EF എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, EF എന്ന് പറഞ്ഞ ഡാറ്റ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, ഏത് ലൊക്കേഷനകത്തായിരിക്കും ജമ്പ് ചെയ്യുക, 0028 എന്ന് പറഞ്ഞ ലൊക്കേഷനകത്തായിരിക്കും ജമ്പ് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും, എനേബിൾ ഇൻറ്ററപ്റ്റ് ആയിരിക്കും. ഓൾറെഡി ഡിസേബിൾ ആയതുകൊണ്ട് എനേബിൾ ഇൻറ്ററപ്റ്റ് ആയിരിക്കും. പിന്നെ അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ റിട്ടേൺ ആയിരിക്കും. ആ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. നേരത്തെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സാധനം ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിനകത്തേക്ക് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഇവിടെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ട്രൈ സ്റ്റേറ്റ് ബഫറാണ്. INTA ബാർ വന്നു കഴിഞ്ഞാൽ INTA ബാർ 8085 ആണ് സെൻഡ് ചെയ്തത്. INTA ബാർ ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ D4 മാത്രം ലോ ആക്കി ബാക്കിയെല്ലാം ഹൈ ആക്കിയിട്ടുണ്ട്. അതെങ്ങോട്ടൊക്കെ ഡാറ്റാ ബസ്സിനകത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു എനേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെന്തായിരിക്കും, EF എന്ന് പറഞ്ഞ സാധനം സെൻഡ് ചെയ്യും അല്ലേ. ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഇൻപുട്ടിലുള്ള വാല്യൂ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും. 0 കിട്ടുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെയുള്ള വാല്യൂ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും. അതില്ലാത്ത സമയത്തൊക്കെ എന്തായിരിക്കും, ട്രൈ സ്റ്റേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഒരു ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പം ഡാറ്റാ ബസ്സിനകത്തേക്കൊന്നും വാല്യൂ ഉണ്ടാവില്ല. ഇവിടെ 0 ആകുന്ന എപ്പോഴാണ്, ഒരു ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത്, അതായത് ഇവിടെ നമ്മൾ ഇൻറ്ററപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഈ ലൈനിൽ ഒരു ഇൻറ്ററപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് അത് ഇൻറ്ററപ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യും. ഇൻറ്ററപ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു INTA എന്ന് പറഞ്ഞ സിഗ്നൽ കൊടുക്കും. INTA എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ആണ്. ലോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള സിഗ്നൽ ഇവിടേക്ക് സെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഡാറ്റാ ബസ്സിലേക്ക് എന്ത് സെൻഡ് ചെയ്യും, ഒരു EF എന്ന് പറഞ്ഞ ഡാറ്റ സെൻഡ് ചെയ്യും. അത് 1 by 2 കോൾ ഇൻസ്ട്രക്ഷനാണ്, RST 5 ആണ്. 0028 എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. ഇതാണ് ആക്ച്വലി അതിൻ്റെ പ്രോസസ്സ് തന്നെ. ഇതാണ് ഒരു വെക്റ്റേഡ് മാസ്കബിൾ ഇൻറ്ററപ്റ്റ് ആയിട്ടുള്ള INTR ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള സ്ഥിതി. ഇനി വെക്റ്റേഡ് നോൺ വെക്റ്റേഡ് ഇൻറ്ററപ്റ്റ് ആയിട്ടുള്ള INTR ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിതി. ഇനി നെക്സ്റ്റ് വെക്റ്റേഡ് ആണ് ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ. In 8085 has 5 interrupts. Out of 5, 4 interrupts are vectored. That means it should have a it should have a specific address to jump when it is occur. അത് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് അഡ്രസ് ഉണ്ടായിരിക്കും എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ RST എന്ന് പറഞ്ഞ ഇൻറ്ററപ്റ്റ്, ട്രാപ്പ് എന്ന് പറഞ്ഞ ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ട്. 0024 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. RST 7.5 ആണെങ്കിലോ 003C എന്ന് പറഞ്ഞ ലൊക്കേഷനകത്തേക്കേ ജമ്പ് ചെയ്യുള്ളൂ. അതിൽ ഡിവൈസ് ഒന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ട, RST ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട, കോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട, ഒന്നും വേണ്ട. ഈ RST 7.5 എന്ന് പറഞ്ഞ ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തോളും. അതിന് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടിന് എവിടെയാണ്, 0034 RST 5.5 എന്ന് പറഞ്ഞാൽ 002C ആണ്. ഇതാണ് ആക്ച്വലി
ആ ഇൻറ്ററപ്റ്റിൻ്റെ അഡ്രസ് ലൊക്കേഷൻ എന്ന് പറയും. ഫസ്റ്റ് ട്രാപ്പ് എന്നല്ല. ട്രാപ്പ് ഈസ് എ നോൺ മാസ്കുലർ ഇൻറ്ററപ്റ്റ് നോൺ എസ് NMI. is the only non-maskable interrupt in 8085. is analog to the smoke detector. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആരും ബ്ലോക്ക് ചെയ്യില്ല, അതേപോലെ തന്നെ എന്ത് ചെയ്യില്ല, ഡിലേ ചെയ്യിക്കില്ല. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഒരു ഫിഗർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല? കുറേ മാസ്കബിൾ ഇൻറ്ററപ്റ്റ് ഉണ്ട്. ഇത് പ്രയോറിറ്റി ആണ് കേട്ടോ, ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ട്രാപ്പ്. ട്രാപ്പ് എന്ന് പറയുക ഒരു എഡ്ജ് ട്രിഗേർഡാണ്. എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് 0 ഹൈയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിട്ടാണ് വരുമ്പോഴാണ്. 0 ഹൈയിലേക്കുള്ളൊരു ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ, ട്രാപ്പിനകത്ത് ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ അത് ട്രാപ്പ് ഇൻറ്ററപ്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യും. ആ ട്രാപ്പ് കഴിഞ്ഞാൽ ആരും ബ്ലോക്ക് ചെയ്യാനൊന്നുമില്ല, നേരെ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തോളും, 0024 ജമ്പ് ചെയ്തോളും. അവിടെയുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള ഇൻറ്ററപ്റ്റ്സ് ഒക്കെ നോക്കി നോക്കൂ. RST 7.5 അടുത്ത ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള RST 7.5 അതും എഡ്ജ് ട്രിഗേർഡ് ആണ്. ഈ 0 to high ലീഡിങ് എഡ്ജിലാണ് ആക്ച്വലി അതിനെ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ട്രാപ്പ് അക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വഴിയാണ് ട്രാപ്പ് അങ്ങോട്ടേക്ക് പോകുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, 8085 പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലിയർ കൊടുക്കാൻ പറ്റും. റീസെറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ RST 7.5 ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, 0 ആകും. ക്ലിയർ 0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എന്തായിരിക്കും, Q എന്തായിരിക്കും, ക്ലിയർ 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ 1 ആകുമ്പോഴാണ് ഔട്ട്പുട്ട് എന്തായി മാറുന്നത്, ഔട്ട്പുട്ട് എന്തായി മാറുന്നത്, 0 ആയിട്ട് മാറുന്നത്. അപ്പോൾ ക്ലിയർ 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. മനസ്സിലാവേണ്ട പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ RST ഡീല് ഇപ്പോൾ കണ്ടിട്ടില്ലേ, ഡീല് 1 വന്നു വിചാരിക്കുക. ഡീല് 1 വന്ന് ഒരു ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, Qയിൽ 1 വരും. Qയിൽ 1 വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്യുക എന്നാണ്. Qയിൽ 0 വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇതിലേതെങ്കിലും ഒന്ന് 1 വന്നാൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ജസ്റ്റ് ഒരു OR ഗേറ്റ് ആണെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ 1 വരും. ക്ലിയർ 1 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് എന്തായി മാറും, 0 ആയിട്ട് മാറും. 0 വന്നു കഴിഞ്ഞാൽ ഇൻറ്ററപ്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന മാതിരി. അപ്പോൾ ഈ 2 കേസ് വരികയാണെങ്കിലും RST 7.5 എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അല്ലാതെ തന്നെ ഒരു മാസ്കബിൾ രജിസ്റ്റർ ഉണ്ട്. ഇവിടെ എന്ത് വന്നാൽ മതി, ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായി വരും, അല്ല ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് വരും, 0 ആയിട്ട് വരും. ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ, അതായത് ഇതെല്ലാം 1 1 1 3 1 വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ 1 വരുള്ളൂ. അതായത് ഇൻറ്ററപ്റ്റ് RST 7.5 ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇവിടെ 1, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 1 വരണമെങ്കിൽ ഈ 3 ഹെഡിൻ്റെ ഇൻപുട്ടിലും എന്തായിരിക്കണം, 1 ആയിരിക്കണം. പക്ഷേ സെൻട്രലത്തെ ഇൻപുട്ട് എന്തായിരിക്കണം, 0 ആണെങ്കിലാണ് ഇതിൻ്റെ ഇൻപുട്ടിൽ എന്തായി വരുള്ളൂ, 1 ആയി വരുള്ളൂ. ഇവിടെ 0 ആയാലും എൻ്റെ മീനിങ് എന്തായിരിക്കണം, അവിടെ 0 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, 1 ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇവിടെ 1 ആണെങ്കിൽ മാത്രമേ ഇതെന്തായിരിക്കുള്ളൂ, ഇവിടെ 0 ആവുള്ളൂ. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. അപ്പം 3 ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ RST 7.5 ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാസ്ക് ചെയ്യാൻ പറ്റും. ഒന്ന് റീസെറ്റ് വന്നാൽ, അല്ലെങ്കിൽ RST 7.5 ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ RST 7.5 ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഇൻറ്റേർണൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന് അത് എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്തു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, മാസ്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്തായിരിക്കും, ഡിസേബിൾ ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, ഇവിടെ 0 വരും. ദാറ്റ് മീൻസ് വി ക്യാൻ ബ്ലോക്ക് ദി RST 7.5. അല്ല, ഇതിനൊന്നും ഡിസേബിൾ ചെയ്യുന്നില്ല, ഈ 3 ലെവലും ഡിസേബിൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ RST 7.5 ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡയറക്ട്ലി ഗോസ് ടു 003C എന്ന് പറഞ്ഞ ലൊക്കേഷനകത്തേക്ക് ജമ്പ് ചെയ്യും. അവിടെയുള്ള പ്രോഗ്രാം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇനി RST തേർഡ് പ്രയോറിറ്റി ആയിട്ടുള്ള RST 6.5, ഇത് RST 7.5 ആണ്, ഇത് RST 6.5. 6.5 എന്ന് പറഞ്ഞാൽ ലെവൽ ട്രിഗേർഡാണ് കാണിച്ചിരിക്കുന്നത്, ഉണ്ടല്ലേ? ഈ ഹൈ ടൈം ഏതാണെങ്കിലും RST 6.5 ആയിട്ട് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്തോളൂ. RST 6.5 എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ഇൻറ്ററപ്റ്റ്, അതായത് മാസ്കബിൾ ഇൻറ്ററപ്റ്റ് എന്തായിരിക്കില്ല, 1 അല്ലെങ്കിൽ, അതായത് 0 ആണെങ്കിലും, പിന്നെ ഡിസേബിൾ ഇൻറ്ററപ്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും, റീസെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, ഏതെങ്കിലും ഒരു ഇൻറ്ററപ്റ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ എന്തായിരിക്കും, ഇതിനെ ബ്ലോക്ക് ചെയ്യില്ല. ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മാസ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, RST 6.5 ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്ട്ലി ഗോസ് ടു
3-4 എന്ന് തന്നെ ലൊക്കേഷനകത്തേക്ക്. ഇനി അടുത്തത് RST 5.5. അതിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ RST 6.5 ചെയ്ത പോലെ നമുക്ക് മാസ്ക് ചെയ്യാം. വൺസ് നമ്മൾ മാസ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി ഏത് ലൊക്കേഷനകത്തേക്ക് പോയിക്കോളും, 002C പോയിക്കോളും. മനസ്സിലായോ? ഇനി മാസ്കബിൾ ഇൻറ്ററപ്റ്റും നോൺ വെക്റ്റഡ് ഇൻറ്ററപ്റ്റും ആയിട്ടുള്ള INTR ഒക്കർ ചെയ്യുകയാണെങ്കിലോ, INTR ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ 1 വരും. പിന്നെ 0 ഇതിവിടെയും 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ഇൻറ്ററപ്റ്റായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ 1 വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, Qയിൽ 1 വരണം. Qയിൽ 1 വരണമെന്നുണ്ടെങ്കിൽ Sൽ എന്തായിരിക്കണം, 1 വരണം. Rൽ എന്തായിരിക്കണം, 0 വരണം. Rൽ 0 വരണമെന്നുണ്ടെങ്കിലോ ഡിസേബിൾ ഇൻറ്ററപ്റ്റ് വരാൻ പാടില്ല, അത് 1 ആകാൻ പാടില്ല. റീസെറ്റ് എന്താകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഇൻറ്ററപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ R എന്തായിരിക്കും, 1 ആയിരിക്കും. R 1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ 1 ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായി മാറും, 0 ആയിട്ട് മാറും. അപ്പം ഇൻറ്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, INTRനെ ഡിസേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെക്ടർ എവിടെ നിന്ന് കിട്ടണം, ഏത് ഡിവൈസാണോ ഇൻറ്ററപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസ് വെക്ടർ കൊടുക്കണം, RST എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. RST 0 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, RST 1 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, RST 2 ആണെങ്കിൽ 10010 ജമ്പ് ചെയ്യും, RST 3 ആണെങ്കിൽ 18 ഇങ്ങനെ ഓരോ ലൊക്കേഷനും കറസ്പോണ്ടിങ് ജമ്പ് ചെയ്തോളും. ഇതാണ് ലൈൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റിനെ പറ്റി. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റാണ്, NMI എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വൺസ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി 0024 എന്ന് പറഞ്ഞ ലൊക്കേഷനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. EI എന്ന് പറഞ്ഞ സാധനം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനേബിൾ ഇൻറ്ററപ്റ്റും ഡിസേബിൾ ഇൻറ്ററപ്റ്റും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ പറ്റില്ല. ഓക്കെ. ഇനി RST 6.5, 7.5, 6.5, 5.5. അപ്പം ഈ ഇൻറ്ററപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. അതെങ്ങനെയാണ് മാസ്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് എനേബിൾ ഇൻറ്ററപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്ക് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് സെറ്റ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സിം എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ മൾട്ടി പർപ്പസ് ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ 2 purposes. One is for masking the maskable interrupts of 8085 and the other is serial data transfer. അപ്പം ഇതിനകത്ത് നമ്മൾ സിം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇൻസ്ട്രക്ഷനാണ്. സെറ്റ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ്. ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അതിനകത്ത് അക്യുമുലേറ്ററിനകത്തുള്ള ഡാറ്റയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, എന്താണ് സിം ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. അക്യുമുലേറ്ററിൻ്റെ ഡാറ്റ ആദ്യത്തെ 7th ബിറ്റും MSB ബിറ്റ് രണ്ടും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, സീരിയൽ ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. SDE തന്നെ സീരിയൽ ഡാറ്റ എനേബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ 1 ആവുകയാണെങ്കിൽ SODയിലെ വാല്യൂ എന്താണോ ആ വാല്യൂ സീരിയൽ ഔട്ട്പുട്ട് പിന്നിലേക്ക് എന്ത് ചെയ്യും, എന്നിട്ട് ഔട്ട്പുട്ട് ഡാറ്റ എന്ത് ചെയ്യും, ഔട്ട് ചെയ്യും. സീരിയൽ ഡാറ്റ എന്ന് പറഞ്ഞ പിന്നിലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. ഇനി SDE എന്ന് പറഞ്ഞാൽ പിന്നെ ലോ ആണെങ്കിൽ ഇതിന് യാതൊരു എന്തുണ്ടാവില്ല, സിഗ്നിഫിക്കൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 പിന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, സീരിയൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്യുന്നു. അടുത്ത പിൻ RST 7.5 എന്ത് ചെയ്യുന്നു, മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1 ആണെങ്കിൽ എന്ത് ചെയ്യും, മാസ്ക് ചെയ്യും. 0 ആണെങ്കിൽ നോൺ മാസ്കബിൾ ആയിരിക്കും. മാസ്ക് സെറ്റ് എനേബിൾ എന്ന് പറഞ്ഞ സാധനം. മാസ്ക് സെറ്റ് എനേബിൾ എന്ന് പറഞ്ഞാൽ RST 6.5, 7.5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്ക് ചെയ്യാൻ പറ്റും, മാസ്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 0 bits 0 to 2 എന്ന് പറഞ്ഞ സാധനം ഇഗ്നോർ ചെയ്യും. 1 ആണെങ്കിൽ മാസ്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ മാസ്ക് സെറ്റ് ചെയ്യുന്നത് നോക്കൂ. RST ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 0 ആണെങ്കിൽ ഈ 3 ബിറ്റിനും എന്തില്ല, സിഗ്നിഫിക്കൻസ് ഇല്ല. 1 ആണെങ്കിൽ മാത്രമേ ഇതിന് എന്തുള്ളൂ, സിഗ്നിഫിക്കൻസ് ഉള്ളൂ. ഇനി RST 7.5 അഗൈൻ നമുക്ക് എന്ത് ചെയ്യാം, മാസ്ക് ചെയ്യാൻ ഇവിടെ 1 കൊടുക്കാം. 6.5 മാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 കൊടുക്കാം. 5.5 മാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എല്ലാം 0 കൊടുത്താൽ മതി. അല്ലെങ്കിൽ മാസ്ക് സെറ്റ് എനേബിൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നിനകത്ത് എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി. ഇപ്പോൾ സിം ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എന്തിനാണ് ബേസ് ചെയ്യുന്നത്, അക്യുമുലേറ്ററിൻ്റെ ഡാറ്റേനെയാണ്, അക്യുമുലേറ്ററിൻ്റെ അക്യുമുലേറ്ററിനകത്തുള്ള ബിറ്റ്സിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അക്യുമുലേറ്ററിനകത്ത് MSB 2 ബിറ്റും സിം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2 ബിറ്റും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, സീരിയൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള റിമൈനിങ് 6 bits are used for masking the interrupts. ഇനി ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻറ്ററപ്റ്റ്സ് ഏതെങ്കിലും ഉണ്ടോ, അതായത് പെൻഡിങ് ഇൻറ്ററപ്റ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റീഡ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ RIM എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യണം. റീഡ് ഇൻറ്ററപ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താ ചെയ്യുന്നത്,
ഇൻട്രപ്സിനകത്ത് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ളതുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻസൊക്കെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് എങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്ത് തരും, അക്യുമുലേറ്ററിനകത്തേക്ക് പ്ലേസ് ചെയ്യും. പക്ഷേ അക്യുമുലേറ്ററിൻ്റെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകാൻ പറ്റും, ഏതൊക്കെ പെൻഡിങ് ഉണ്ട്, ഏതൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ടു റീഡ് ദി ഇൻട്രപ്റ്റ് മാസ്ക്, ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ടു റീഡ് ദി ഇൻട്രപ്റ്റ് മാസ്ക്, ടു ഐഡൻറ്റിഫൈ ദി പെൻഡിങ് ഇൻട്രപ്റ്റ്സ്, ടു റിസീവ് സീരിയൽ ഡാറ്റ. ഇതും മൾട്ടി പർപ്പസ് ഇൻസ്ട്രക്ഷനാണ്. ഡാറ്റ റിസീവ് ചെയ്യാൻ, നേരത്തെ ഡാറ്റ സെൻഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഡാറ്റ ഫോമാറ്റ് നോക്കാം. നമുക്ക് SD എന്ന് പറഞ്ഞാൽ സീരിയൽ ഡാറ്റയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പിന്ന് യൂസ് ചെയ്യാൻ പറ്റും. സീരിയൽ ഡാറ്റ പിന്നിനകത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്താണോ അത് എവിടെ അവൈലബിൾ ആയിരിക്കും, അക്യുമുലേറ്ററിൻ്റെ 7th പിന്നിൽ അവൈലബിൾ ആയിരിക്കും. ഈ പിൻസ് നമ്മൾ പെൻഡിങ് ഇൻട്രപ്റ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. 7.5 പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെൻഡിങ് ആണെന്നാണ്. ഇപ്പോൾ 6th ഈ ബിറ്റിൽ 1 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് 7.5 ഓൾറെഡി പെൻഡിങ് ആണ്. ഇപ്പോൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം 7.5 പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് 1 എങ്കിൽ 6.5 എന്താണ് പെൻഡിങ് ആണെന്ന് മനസ്സിലാവും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 5.5 ആണ് പെൻഡിങ് ആണെന്ന് മനസ്സിലാവും. ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലാഗ് 1 ആണോ 0 ആണോ എന്ന് നോക്കാം. അതായത് എനേബിൾ ചെയ്തിട്ടുണ്ടോ ഡിസേബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബിറ്റ് നോക്കിയാൽ മതി. ഇവിടെ 1 ആണെങ്കിൽ എനേബിൾ ഇൻട്രപ്റ്റ് ആണെന്ന് മനസ്സിലാകാൻ പറ്റും, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആണെന്ന് മനസ്സിലാവും. ഇനി മാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഈ ബിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. 7.5 മാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, 6.5 മാസ്ക് ചെയ്തതിന് ഇവിടെ 1 ആയിരിക്കും, 5.5 മാസ്ക് ചെയ്തതിന് ഇവിടെ 1 ആയിരിക്കും. പിന്നെ റീഡ് ഇൻട്രപ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പെൻഡിങ് ഇൻട്രപ്റ്റിനെയും സീരിയൽ ഡാറ്റയ്ക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഇൻട്രപ്റ്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്.